ദൃശ്യങ്ങൾക്ക് സൂക്ഷ്മതയും അതിസമീപസ്ഥതയും പകരുന്ന കുക്ക് ഐ സീരീസ് ലെൻസുകൾ ഛായാഗ്രഹണ രംഗം കൈവരിച്ച സാങ്കേതിക വളർച്ചയുടെ ഏറ്റവും പുതിയ ദൃഷ്ടാന്തമാണ്. ഐ സീരീസ് ലെൻസസിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ അത് ഇലക്ട്രോണിക്സോട് അതിൽ ബന്ധപ്പെടുത്തിയത്. അത് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെൻസിൻ്റെ തന്നെ ലെൻസിൻ്റെ ഡാറ്റ മുഴുവനും നമുക്ക് വയർലെസ് ആയിട്ടോ വയർഡായിട്ടോ നമുക്ക് മോണിറ്ററിലോ അല്ലെങ്കിൽ വീഡിയോ അസിസ്റ്റിലോ കാണാൻ പറ്റും. അതിൻ്റെ ലെൻസ് ഏത് ലെൻസാണ്, ലെൻസിൻ്റെ സീരിയൽ നമ്പർ, ലെൻസിൻ്റെ ഡയഫ്രം, ലെൻസ് എവിടെയാണ് ഫോക്കസ് വെച്ചിരിക്കുന്നത്, എവിടം തൊട്ട് എവിടം വരെ ഫോക്കസ് വരും, അത് അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും അതിൽ ലെൻസിൻ്റെ ഐ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് പിന്നീട് ആ ഡേറ്റ വേണമെങ്കിൽ ഉപയോഗിക്കാനും പറ്റും. പിന്നെ വേറൊരു പ്രത്യേകത ഈ ഐ സീരീസ് ലെൻസിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോക്കസിങ് റിങ്ങിലുള്ള ഡീറ്റെയിൽസ് മുഴുവനും ഇല്ലുമിനേറ്റഡ് ആണ്. അതിൽ തന്നെ ബിൽട്ടിൻ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇരുട്ടത്ത് പോലും നമുക്ക് ലെൻസിൻ്റെ എവിടെയാണ് ഫോക്കസ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡയഫ്രം വെച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇരുട്ടത്ത് പോലും കാണത്തക്ക രീതിയിൽ അതിൻ്റെ ഇല്ലുമിനേറ്റഡ് ഡയലാണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് വേണമെങ്കിൽ കൂടുതൽ ബ്രൈറ്റ് ആക്കാം. ഇത് മറ്റ് ലെൻസോടെ എക്സ്പെൻസീവ് ആകുമോ? യെസ്, ഇറ്റ്സ് എക്സ്പെൻസീവ്. ഇതെല്ലാം മാനുവലി ഉണ്ടാക്കിയിട്ടുള്ള ലെൻസുകളാണ്. ഇതിലുള്ള ഓരോ മാർക്കും UK ഏതോ ഒരു എക്സ്പേർട്ടിൻ്റെ കൈകൊണ്ടുകൊണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ലെൻസുകൾ നേരത്തെ കണ്ട ലെൻസുകളേക്കാൾ എക്സ്പെൻസീവാണ്. ഇത് 50 ലെൻസാണ്, ഇത് 75 ലെൻസാണ്, ഇത് 100, 14, 21, 32, 50, 75, 100. എക്സ്ട്രീം ക്ലോസപ്സ് എടുക്കാനുള്ള ലെൻസാണ്. 180 ആണ്. ഇത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട് അല്ലേ? നിങ്ങൾ കാണുന്ന പല സൂപ്പർ താരങ്ങളുടെയും ടൈറ്റ് ഷോട്ട്സ്, നിങ്ങളുടെ നായികയുടെ മുഖം വളരെ അടുത്ത് വളരെ സുന്ദരമായി കാണിക്കുന്ന ലെൻസാണ്. ഭയങ്കര ഹെവിയാണ്. ഇത് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ഉള്ള ഒരു ആഹ്ലാദം എന്താണെന്ന് എനിക്ക് എങ്ങനെയാണ് നിങ്ങളോട് പറയാമെന്നറിയില്ല. കാരണം ഇത് എൻ്റെയൊക്കെ ജീവിതമാണ്. എന്താ പറയുക, ഇത്തരം ലെൻസുകളാണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മുടെ സിനിമ മനോഹരമാക്കുന്നതിൽ വലിയ പങ്കുള്ള ലെൻസുകളാണ്. ലെൻസുകളുടെ ലോകത്തിലെ ക്യൂട്ട് ബേബിയാണിത്. കുക്ക് ലെൻസിൻ്റെ പക്ഷേ ഒരു ഫ്ലിപ്പ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വെയിറ്റുള്ള ലെൻസാണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ എനിക്കൊരുവിധം അത്യാവശ്യം ഹാൻഡൽസൊക്കെ ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു 435 ഒരു 435 ക്യാമറ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 35 കിലോ ഉള്ള ക്യാമറയാണ്. അപ്പോൾ ആ ക്യാമറയും അതിൻ്റെ കൂടെ ഒരു കുക്ക് ലെൻസും ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരുവിധ ആൾക്കാരൊക്കെ മുന്നിയും കുത്തി വീഴാൻ സാധ്യതയുണ്ട്. This is a special soft focus attachment that is made for the 65mm Cook lens. It can be used both on 65mm and 75mm Cook lens. You attach this in the front of the lens like this, and the speciality of this attachment is it will give you a picture like you're taking a portrait. ഈ അറ്റാച്ച്മെൻറ്റ് നടീനടന്മാർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. കാരണം 65mm ലെൻസിൽ, കുക്ക് ലെൻസിൽ അല്ലെങ്കിൽ 75mm ലെൻസിലൊക്കെ ഈ അറ്റാച്ച്മെൻറ്റ് ഫിക്സ് ചെയ്യാം. ഈ അറ്റാച്ച്മെൻറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരാളുടെ ഒരു പോർട്രേറ്റ്, ഒരാളുടെ ഫേസാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫേസിലുള്ള അൺനെസസറി മാർക്സ് എല്ലാം ഒഴിവായിട്ട് ഫേസിനെ വളരെ സുന്ദരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ഈ അറ്റാച്ച്മെൻറ്റ് സഹായിക്കും. നമ്മുടെ പല നടീനടന്മാരും ഇതൊരെണ്ണം മേടിച്ച് കയ്യിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇത് കിട്ടിയാൽ ഞാനും ഒരു സുന്ദരനാവും. ചിലപ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റും ഇതൊക്കെ വെച്ചാൽ. ഇതിലേക്കാണ് അത് ഫിക്സ് ചെയ്യുന്നത്. കുക്ക് ലെൻസിൻ്റെ ലേറ്റസ്റ്റ് ഒരു റേഞ്ച് ഓഫ് ലെൻസസ് വന്നിട്ടുണ്ട്. ആ ലെൻസസ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഭാഗ്യക്കുറവുള്ളതുകൊണ്ട്, ഭാഗ്യക്കുറവെന്ന് പറയാൻ പറ്റില്ല, അത് വളരെ ബിസിയാണ്. ആളുകൾ ആ ലെൻസ് കിട്ടാൻ ക്യാമറാമാൻമാർ മത്സരമാണ്. അതിപ്പോൾ ഗോവയിലൊരു ഷൂട്ടിലാണ്. പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ചറിന് അതെങ്ങനെ ഉണ്ടാവുമെന്ന് കാണാൻ ഇത് സഹായിക്കും. ഇന്ത്യയിൽ അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ആനന്ദ് സിനി സർവീസിൻ്റെ കയ്യിൽ മാത്രമേ ഈ ലെൻസ് ഇപ്പോൾ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട കുക്ക് ലെൻസ് എല്ലാം 4i ആയിരുന്നു. ഇത് 5i ആണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ലെൻസസ് ആണ്. കഴിഞ്ഞ വർഷമാണ് ഈ ലെൻസ് കുക്ക് കമ്പനി ഉണ്ടാക്കിയത്. ഈ വർഷമാണ് അത് ഡെലിവറി ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സെറ്റ് ലെൻസസ് ആനന്ദ് സിനി സർവീസിൽ വന്നിട്ടുണ്ട്.
ഈ ലെൻസിൻ്റെ പ്രത്യേകത ഇതിൽ 1.4 ആണ്, T1.4 ആണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ കുറഞ്ഞ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ ലെൻസിനെ തയ്യാറെടുപ്പിക്കുമ്പോൾ അതിൽ കൂടുതൽ ഗ്ലാസസ് യൂസ് ചെയ്യും. അപ്പോൾ നാച്ചുറലി ഈ ലെൻസിൻ്റെ വെയിറ്റ് കൂടും. അപ്പോൾ ഇത് വളരെ ഹെവിയാണ്. ഈ ലെൻസസ് ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഫോക്കസിങ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ മൈന്യൂട്ടായിട്ട് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആവും. ഈ ലെൻസിൻ്റെ ഒരു അഡീഷണൽ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാർക്കുകളുണ്ട്, ഈ ഫോക്കസ് മാർക്സ് ഉണ്ട്. സാധാരണ ഇതിൽ സെറ്റ് ഡാർക്കാണെന്നുണ്ടെങ്കിൽ ഈ മാർക്ക് കാണാൻ ക്യാമറ അസിസ്റ്റൻറ്റ് ടോർച്ച് അടിച്ച് കൊടുക്കുകയൊക്കെ വേണം. പക്ഷേ ഈ ലെൻസിൽ ഒരു അഡീഷണൽ ഫെസിലിറ്റി ഉള്ളത് ഈ മാർക്കുകളെല്ലാം, ഈ ഫോക്കസ് മാർക്കുകളെല്ലാം ഇലുമിനേറ്റഡ് ആണ്. അപ്പം രാത്രിയാണെങ്കിലും ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോഴും ടോർച്ച് ലൈറ്റിൻ്റെ സഹായമില്ലാതെ ഇത് സ്വയം പ്രകാശിക്കും. നമുക്ക് മലയാള സിനിമയിൽ ഈ ലെൻസൊക്കെ കിട്ടാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ആഡ് ഫിലിംസിലൊക്കെ യൂസ് ചെയ്ത് ഇത് കോമൺ ആകുമ്പോഴായിരിക്കും മലയാളത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുക. ചില ഭാഗ്യവാന്മാർക്ക് ചിലപ്പോൾ സമയത്ത് തന്നെ കിട്ടിയേക്കാം. എനിക്കും കിട്ടാൻ പ്രാർത്ഥിക്കാം.